സൈബർ ലോകത്ത് വർഗീയതയുടെ പുതിയ തരംഗം. കേരളത്തിന്റെ സാമൂഹിക ഐക്യത്തിന് ഭീഷണിയായി എക്സ്പേസുകൾ എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ ആസൂത്രിതമായി വിദ്വേഷ പ്രചാരണം നടത്തുകയാണ് ഒരു വിഭാഗം. എക്സ്പേസുകൾ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇതിനായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഈ ചർച്ചകളിലൂടെ പ്രചരിക്കുന്ന ഉള്ളടക്കം അതീവ ഗൗരവമുള്ളതാണ്. ഹിന്ദുക്കളെ ആയുധമെടുക്കൂ, കേരളത്തിലെ ഹിന്ദുക്കൾ മുസ്ലിം ആക്രമണങ്ങൾക്കെതിരെ തയ്യാറെടുക്കണം എന്നു തുടങ്ങിയ അപകടകരമായ ആഹ്വാനങ്ങളാണ് ഈ ഓൺലൈൻ ഇടങ്ങളിൽ മുഴുകുന്നത്. ഈ അജണ്ടയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് അജ്ഞാതരായ വ്യക്തികളാണ്. പേരും വിവരങ്ങളും വെളിപ്പെടുത്താതെ രാത്രി 11:30 മുതൽ പുലർച്ചെ 1:30 വരെയുള്ള സമയങ്ങളിലാണ് ഇവർ സജീവമാകുന്നത്. ആഴ്ചയിൽ 4-5 തവണ നടക്കുന്ന ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരിൽ ഭൂരിഭാഗവും വിദേശ രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള മലയാളികളാണ്. ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ സ്വാധീനമുണ്ട്. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ളവരും ഈ വിദ്വേഷ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. അജ്ഞാത ഇടങ്ങളിൽ തുടങ്ങുന്ന ഈ വിദ്വേഷം ഒരു പൈപ്പ് ലൈൻ പോലെ വലതുപക്ഷ മാധ്യമങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു. ഓൺലൈനിൽ തുടങ്ങുന്ന വ്യാജ വാർത്തകൾക്ക് ഇവർ പൊതുസമൂഹത്തിൽ സ്വീകാര്യത നൽകുന്നു. ഇത് വെറും ഒരു ഓഡിയോ സംഭാഷണമായി തള്ളിക്കളയാനാവില്ല. ഇത് കേരളത്തിലെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംഘടിത നീക്കമാണ്. ചരിത്രം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിദ്വേഷ പ്രചാരണങ്ങൾ ഒരു സമൂഹത്തെയും നന്നാക്കിയിട്ടില്ല. ഈ സൈബർ യുദ്ധം കേരളത്തിന്റെ സാമൂഹിക സമാധാനം തകർക്കാൻ ലക്ഷ്യമിടുന്നു. ഇതിനെ ചെറുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഈ നീക്കങ്ങളെ തിരിച്ചറിയുകയും അതിൽ വീഴാതിരിക്കുകയും ചെയ്യുക. കാരണം കേരളത്തിന് ആവശ്യം വിദ്വേഷമല്ല, സ്നേഹവും ഐക്യവുമാണ്.